ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 42ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകമൊന്ന് വായിക്കാം. ഇതമറിവെന്നതിലാദ്യമാം ഇതെന്നുള്ളതു സമ തൻ്റെ വിശേഷണമാണു ബോധം. മതിമുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. ഇതറിവ് എന്നതിൽ ഇത് എന്നത് സമയം, അതിൻ്റെ വിശേഷമായിരിക്കുന്നത് ബോധവും. ബുദ്ധി മുതലായവ വിട്ട് മേലിൽ സദ്ഗതി വരുവാൻ ഏകത്വമാകുന്ന സമയെ ഭജിച്ചിടേണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പദാനുപദം അർത്ഥം. ഇനി ഇതിനെ നമുക്കൊന്ന് വിശദീകരിച്ച് പഠിക്കാം. ഇവിടെ ഇത് അറിവ്, ഇതമറിവ്. ആദ്യമായി വരുന്നത് ഇതം എന്നത് സമ എന്ന അറിവാണ്. 41ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഗുരുദേവൻ അന്യായശക്തിയെ കുറിച്ച് പറഞ്ഞു തന്നു. 36ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അന്യയെയും സമയെയും കുറിച്ച് നമുക്ക് വിശദീകരിച്ച് നമ്മെ ഉപദേശിക്കുന്നുണ്ട്. 41ാമത്തതിൽ ഇതു കുടമെന്നതിലാദ്യമാം ഇതെന്നുള്ളത് വിഷമ കുടമോ വിശേഷമാകും. മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിനിതു താൻ കരുവെന്നു കണ്ടിടേണം. അതായത് ഇത് കുടം എന്ന് പറയുമ്പോൾ ഇത് എന്ന വാക്ക് അതിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നു. ഇത് അന്യാശക്തിയാണ്. കുടം എന്നത് അതിൻ്റെ വിശേഷവും. ഈ അന്യാബോധമാണ്, ഈ അന്യാശക്തിയാണ് ബുദ്ധി കൊണ്ടുളവാക്കുന്ന അനുഭവ പ്രതീതികൾക്കെല്ലാം കാരണമായി ഭവിക്കുന്നത്. അപ്പം അന്യാശക്തി നമ്മെ സങ്കീർണതയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് നമ്മെ ഗുരു ഉപദേശിച്ചു. 42ാമത്തെ ശ്ലോകത്തിൽ സമ എന്ന അറിവ്, സമ എന്ന ബോധശക്തിയെ കുറിച്ചിട്ട് നമുക്ക് ഗുരുദേവൻ നമ്മെ ഉപദേശിക്കുകയാണ്. അതായത് ഇതം അറിവ്, ആദ്യമായി വരുന്നത് ഇതം എന്നത് സമ എന്ന ബോധശക്തിയാണ്, അറിവാണ്. ഇത് ഏകത്വത്തെ സൂചിപ്പിക്കുന്നു. അറിവ്, ഈ അറിവ് ഏകത്വത്തെ, സമയെ, ഒന്നിനെ സൂചിപ്പിക്കുന്നു. ഇത് സമ ഏകമായ അറിവിനെ സൂചിപ്പിക്കുന്നു. സമയുടെ വിശേഷമാണ് ബോധം, അറിവിൻ്റെ വിശേഷമാണ് ബോധം. സമ എന്ന അറിവിൻ്റെ വിശേഷമാണ് ബോധം. പ്രപഞ്ചം നിലനിൽക്കുന്നത് അഖണ്ഡമായ ബോധത്തിലാണ്. പ്രപഞ്ചം നിലനിൽക്കുന്നത് അഖണ്ഡമായ ബോധത്തിലാണ്. എന്നാൽ നമുക്ക് അത് പ്രപഞ്ച അനുഭവങ്ങൾ മരുമരൂചിക പോലെ തോന്നുന്നു. അതായത് മരുഭൂമിയിൽ ജലമില്ല, ജലമുള്ളതുപോലെ തോന്നുന്നു. അതുപോലെ പ്രപഞ്ചം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു, ബോധത്തിൽ നമുക്ക് തോന്നുന്നു. മരുമരീചിക എന്ന് നാം പറയാറുണ്ടല്ലോ. ഇവിടെ ഉള്ളത് മരുഭൂമിയാണ്, ജലം ഉണ്ടെന്ന് തോന്നലാണ്. അതുപോലെ ബോധം മാത്രമേ ഉള്ളൂ. പ്രപഞ്ചം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നതാണ്. സമ എന്ന അറിവിൻ്റെ വിശേഷതയാണ് ബോധം. ബോധമല്ലാതെ വേറെ ഒന്നുമില്ല, ബോധമല്ലാതെ മറ്റൊന്നുമില്ല. ബോധത്തിൽ പ്രപഞ്ചം ഉള്ളതായി തോന്നുന്നു. നമ്മുടെ ബോധത്തിൽ നിന്ന് വിലസുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ സകല കാഴ്ചകളും. പ്രപഞ്ചാനുഭവം നമ്മുടെ ബോധത്തിലെ ഒരവസ്ഥ മാത്രമാണ്, അത് അവാസ്തവമാണ്. നമുക്ക് അഖണ്ഡമായ ബോധത്തെ അറിയാത്തതുകൊണ്ട് പ്രപഞ്ചാനുഭവങ്ങൾ ചൈതന്യമായി തോന്നുന്നതാണ്.
പ്രപഞ്ചാനുഭവങ്ങൾ അവാസ്തവമാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. അറിവ് ബോധത്തിൻ്റെ വിശേഷതയാണ്. ഈ പ്രപഞ്ചത്തിൽ ഘനീഭവിച്ചിരിക്കുന്നത് ബോധമാണ്. പക്ഷെ നമുക്ക് പ്രപഞ്ചാനുഭവത്തെ ശരിയാണെന്ന് തോന്നുന്നു. ഇത് വാസ്തവമല്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം, നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു വെക്കണം. ഞാനും ബോധമാണ്, പ്രപഞ്ചവും ബോധത്തിലാണ്. സമബോധത്തിൽ നാം വർത്തിക്കണം. എല്ലാം ഒന്നാണെന്നറിയാൻ നമുക്ക് സാധിക്കണം. ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണെന്ന് നാം മനസ്സിലാക്കി. മരീചിക പോലെയാണ്. ഇനി നമ്മുടെ ജീവിതം എന്നത് മരീചിക കണ്ട മാൻപേട പോലെയാണ്. മരുഭൂമിയിലെ ജലം കണ്ടിട്ട് മാൻ അതിൻ്റെ പിന്നാലെ ഓടി 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 ജലം കിട്ടും എന്ന ആഗ്രഹത്താൽ ഇത് ഓടി ഓടി അത് തളർന്ന് വീഴുകയാണ് ചെയ്യുന്നത്. നാം മനുഷ്യരായതുകൊണ്ട് നമുക്കറിയാം മരുഭൂമിയിൽ ജലമില്ല എന്ന്. എങ്കിലും നമുക്ക് ചില തോന്നൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പിന്നെ ജീവികളുടെ കാര്യം പറയണം. നമ്മുടെ നിത്യജീവിതം മരീചിക കണ്ട മാൻപേട പോലെയാണ്. മാൻ ഓടുന്നത് ജലം കുടിക്കാനാണ്. നമ്മുടെ സ്ഥിതിയും അതാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമറിയാതെ ജലപ്രതീതി ഉളവാക്കുന്ന വിഷയസുഖത്തിൻ്റെ പിന്നാലെ നാം ഓടുന്നു. വിഷയസുഖം മരീചിക പോലെയാണ്. മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ നാം ഓടുകയാണ്. സുഖം കാണാൻ പലതിൻ്റെയും പിന്നാലെ ഓടി ജീവിതാവസാനം നാം ദുഃഖിക്കുന്നു. നാം ജീവിത ലക്ഷ്യത്തിലെത്തുന്നില്ല. പ്രപഞ്ചാനുഭവം മരീചിക പോലെയാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നാം സമബോധത്തിൽ ലയിച്ചിരിക്കണം. അതിന് മതി മുതലായവയൊക്കെ മാറണം. മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ സമയെ ഭജിച്ചിടണം. ഇതിനെ ഭജിച്ചിടണം എന്ന് പറഞ്ഞാൽ സമയെ ഭജിച്ചിടണം. മതി മുതലായവയൊക്കെ മാറിടണം. പ്രപഞ്ചത്തിലെ ജീവിതാനുഭവങ്ങൾ നാം ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് സമയിൽ ഉറപ്പിച്ചാൽ, സമബോധത്തിൽ ഉറപ്പിച്ചാൽ ഓടേണ്ടി വരില്ല. പ്രപഞ്ചാനുഭവങ്ങളിൽ ആനന്ദമില്ല, ദുഃഖകരമാണ്. ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് നാം പ്രപഞ്ചാനുഭവങ്ങളുടെ പിന്നാലെ ഓടുന്നത്, പലതും ചെയ്യുന്നതും. പക്ഷേ നാം ദുഃഖിച്ച് ഇല്ലാതാവുന്നു. ചക്രീയമായി നാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അനിത്യമായ വിഷയങ്ങളുടെ പിന്നാലെ ഓടിയാൽ നിത്യതയെ പ്രാപിക്കാൻ കഴിയില്ല. നാം കൂടുതൽ ക്ഷീണിതരാകുന്നു. പ്രപഞ്ചാനുഭവങ്ങളെ അതിജീവിക്കണമെങ്കിൽ മതി മുതലായവയൊക്കെ മാറണം. നിത്യജീവിതത്തിൽ ആനന്ദമുണ്ടാക്കുന്നതിന് നാം പ്രയത്നിക്കുന്നു. പക്ഷെ ഫലമോ ദുഃഖം. അത് നമുക്ക് ബോധ്യപ്പെടണം. പ്രപഞ്ചാനുഭവത്തിൽ ആനന്ദമില്ല എന്ന തിരിച്ചറിവ് നാം ഉണ്ടാക്കണം. മേലിൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. സമയുടെ പിന്നാലെ പോകണം. സമയെന്ന അറിവിനെ അറിയണം. സമയെന്ന വിദ്യയെ നാം അറിയണം. ബുദ്ധി ജീവിതത്തെ സങ്കീർണമാക്കുന്നു. നാം കഴിഞ്ഞ 49 ഒന്നാമത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അന്യയുടെ വിശേഷത്തിൽ ബുദ്ധി മുതലായവ മഹേന്ദ്രജാലമുണ്ടാം. കാരണം നാം ആശ്ചര്യപ്പെടുത്തുന്ന പല പ്രവൃത്തികളും ബുദ്ധി കൊണ്ടുണ്ടാക്കിയത് ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നുണ്ട്. അതാണ് ഇവിടെ ഗുരു ബുദ്ധിയുടെ മഹേന്ദ്രജാലം എന്ന് പറയുന്നത്. പക്ഷേ ഈ ബുദ്ധി നമ്മെ സങ്കീർണതയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ ബുദ്ധിയെ മാറ്റി നിർത്തണം. ബുദ്ധി മാറണം. പിന്നെയോ സദ്ഗതി, ഊർധ്വഗതി ഉണ്ടാവാൻ സമബോധത്തിൽ ലയിച്ച് എല്ലാം ഒന്നാണെന്ന അറിവിൽ നമുക്ക് ആശ്വാസവും ആനന്ദവും കണ്ടെത്താം. എപ്പോഴും ഒന്നാണ് നമുക്ക് സന്തോഷവും ആനന്ദവും
തരുന്നത്. അതായത് ഇത് അറിവ് എന്ന വാക്യത്തിലെ ഇത് സമയുടെ ദർശനമാണ്. അതിൻ്റെ വിശേഷം അറിവാണ്. മതിയും ബോധവും തരുന്ന അറിവുകൾക്കപ്പുറത്ത് സദ്ഗതിദായകവും സർവശ്രേഷ്ഠവും ഏകവുമായ സമയിലെ സാമാന്യമായ അറിവിനെ നാം ഉപാസിക്കണം എന്നാണ് ഗുരു നമ്മെ ബോധിപ്പിക്കുന്നത്. നാം എല്ലാവരും സഹോദരങ്ങളാണ് എന്ന ഏകത്വത്തെ അറിയാൻ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരി ഓം നമഃ ശിവായ.